സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ജർമ്മനിയിലൊരു മഞ്ഞ് വീഴുന്ന പ്രഭാതമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വണ്ടി എടുക്കാൻ നോക്കിയിട്ട് വണ്ടി നിന്നിടത്ത് നിന്ന് കറങ്ങി ഒരു പരുവത്തിന് ഞാൻ കയറ്റിക്കൊണ്ടുവന്ന് എന്റെ വണ്ടി ഒരു അരമണിക്കൂർ ഹീറ്റിട്ടിട്ട് ആ വണ്ടി ചൂടായി കിട്ടി. അതാ എന്റെ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള യാർഡിന്റെ മെയിൻ ഗേറ്റിൽ കിടക്കി. ആ മേളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ബ്രേക്ക് ലൈറ്റ് നിങ്ങൾ കാണുന്നതാണ്. എന്റെ കൂട്ടുകാരന്റെ വണ്ടി തെന്നി ഇറങ്ങി വരുന്നതാണ്. കൂടെ ജോലി ചെയ്യുന്നുണ്ട്. സ്കിഡ് ചെയ്തിറങ്ങി വരിക വണ്ടി. അവൻ ചവിട്ടി നിന്നില്ലെങ്കിൽ നേരെ എന്റെ വണ്ടിയുടെ ഫ്രണ്ട് വന്ന് നിൽക്കും. തട്ടിയാലും തട്ടാതെ അറിയില്ല. ആ ഒരവസ്ഥയിലാണ്. എല്ലാവരും പറയും ഡ്രൈവേഴ്സ് ഇവിടെ വന്ന് ഉടനെ ഡ്രൈവ് ചെയ്യാം, ഉടനെ ഓടിക്കാം. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് ഡ്രൈവിംഗ് എന്ന് പറയുന്നൊരു ട്രെയിനിങ് ഉണ്ട്. അത് സംഭവം നാട്ടിലൊന്നും ഇല്ല. പിന്നെ ഇവിടെ വരുമ്പോൾ നല്ല കമ്പനികൾ സ്റ്റാൻഡേർഡ് കമ്പനികളൊക്കെയാണ് കൊടുക്കുന്നത്. നമ്മളൊക്കെ ഗൾഫിൽ നിന്ന് തന്നെ സ്കിഡിങ്ങും ഇതിനുമൊക്കെ സ്പെഷ്യൽ ട്രെയിനിങ് എടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം വന്നില്ല. എന്നാൽ തന്നെ ഇതത്ര നമ്മൾ പറയുന്ന കണക്കുള്ളൊരു സുഖമുള്ള പരിപാടിയല്ല. വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ എന്നും സുഖവും സന്തോഷവും തരുന്നൊരു പരിപാടിയായിരുന്നു ഒരു ഡ്രൈവറെ സംബന്ധിച്ച്. കണ്ടോ, ഫുൾ യാർഡ് ഞങ്ങളുടെ ഒരു വണ്ടി ആണെങ്കില്ല, ഞങ്ങൾ 4-5 വണ്ടി ഇറക്കിയിട്ടുള്ളൂ. പക്ഷെ അത് ഞങ്ങൾക്ക് ഇറങ്ങിപ്പോകാനും പറ്റിയില്ല. ടിപ്പറുകൾ ഉൾപ്പെടെ എല്ലാം ഇവിടെ ജാമായി നിൽക്കുക. അങ്ങനെ പോകാൻ പറ്റില്ല. റോഡിലേക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടെ GK ഡ്രൈവേഴ്സ് വ്ലോഗിന്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ഈ വിഷയം കേട്ടിട്ട് പല ആളുകളും എന്നോട് ദേഷ്യപ്പെട്ടേക്കാം, മേ ബി വന്ന് തെറി പറഞ്ഞേക്കാം. അങ്ങനെ ഒരു വിഷയത്തിലേക്കാണ്. ഒരു അധികാരം സംസാരിക്കാത്ത അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും സാമ്പത്തികം ആഗ്രഹിക്കുന്നു, പൈസ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയാൽ മതി എന്ന് ആഗ്രഹമുള്ളവരുണ്ട്. ജീവിതത്തിന്റെ കുടുംബഭാരം കൊണ്ട് തന്നെയാണ് ഇത് എല്ലാവർക്കും, ഒരാൾക്കല്ല എല്ലാവർക്കും. അപ്പൊ ഇങ്ങനെ ആഗ്രഹിക്കുന്ന നമ്മൾ ഏതെങ്കിലും വഴിക്ക് പൈസ ഉണ്ടാക്കണം എന്ന് നമ്മൾ ചിന്തിക്കും. ഏതെങ്കിലും വഴിക്ക് എന്ന് പറഞ്ഞാൽ മോട്ടിച്ചും കട്ടുമെന്നല്ല, ഏത് ജോലിയും ചെയ്ത് പൈസ ഉണ്ടാക്കാം എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കാലാവസ്ഥ വളരെ മോശമാണ്. ഞാൻ എന്റെ വീഡിയോ സംബന്ധമായി ഈ വീഡിയോയ്ക്ക് മുമ്പ് തന്നെ ഒരു 3/4 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് 1.5 മിനിറ്റുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. അത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ദിവസം രാവിലെ മഞ്ഞ് പെയ്യുന്ന രാവിലത്തെ ഒരു കാലാവസ്ഥയും, അതിനുശേഷം വൈകുന്നേരമല്ല, ആ രാവിലെ 5:30 മണിക്ക് മഞ്ഞ് തുടങ്ങിയൊരു കാലാവസ്ഥയും, അതിനുശേഷം ഒരു 9:30 മണിക്ക് അതേ ദിവസം തന്നെ മഞ്ഞ് തുടങ്ങുന്ന ഒരു കാലാവസ്ഥയും ആയിട്ടുള്ള 2 വീഡിയോസ് തുണ്ടായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതും ഇതിനിടയ്ക്ക് ഞാനൊന്ന് അപ്ലോഡ് ചെയ്യും. ആദ്യം അവസാനമായിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്കോ ഞാനൊന്ന് അപ്ലോഡ് ചെയ്യും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, കുറച്ചാളുകൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അധികം ബ്ലോഗേഴ്സ് പറയാത്ത ഒരു കാര്യം. പലതും പറയും, നമുക്ക് വെളുത്ത മഞ്ഞ്, ഹിമാലയം മഞ്ഞ് മൂടിക്കിടക്കുന്ന കണക്ക് ഇത് മൂടിക്കിടക്കുമ്പോൾ നമുക്ക് ഇത് കാണാനൊരു സന്തോഷമുണ്ട്, സൗന്ദര്യമുണ്ട്, സുഖമുണ്ട്. നമ്മളെ ചിന്തിക്ക് ഇതിൽ കൂടെ വണ്ടി ഓടിച്ചിങ്ങനെ പോകുന്ന ഒരു രസമല്ലേ, സുഖമല്ലേ? എല്ലാം രസവും സുഖവും ഒക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ എന്താ ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, സുഹൃത്തുക്കളെ, എന്റെ ഒരു അനുഭവം കൂടെ ചേർത്തിട്ട് പറയാം. എന്നെ കുറച്ച് ദിവസമല്ല, കഴിഞ്ഞ ആഴ്ച എന്നെ ഒരു സുഹൃത്ത് വിളിച്ചു, ഒരു സഹോദരി വിളിച്ചു. നാട്ടിൽ നിന്നാണ് വിളിച്ചത്. ഞാൻ കമ്പനി യാർഡിനകത്ത് കയറുന്നതിനകത്ത് വണ്ടി ചെറുതായിട്ടൊന്ന് ഓടിക്കണം. കാര്യം കാറ് നമ്മൾ ഈ മഞ്ഞിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാനിതങ്ങനെ ഉപയോഗിക്കാറില്ല. ആഴ്ചയിൽ ഈ അവധി ദിവസം ആണ് ഇതെടുത്തൊന്ന് എങ്ങോട്ടെങ്കിലും പോവുകയോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. വണ്ടി ഇങ്ങനെ ഐസ് പിടിച്ച് കിടക്കുന്ന, നിങ്ങൾക്ക് ഈ വണ്ടി തിരിയുമ്പോൾ എന്റെ ചുറ്റും നിങ്ങൾ വെള്ളയെ കാണുന്നുള്ളൂ. അത് ഈ ഐസ് പിടിച്ച് കിടക്കുന്നൊരു കാലാവസ്ഥയാണ്. അപ്പൊ ഇന്നിപ്പോ ഞാൻ ഇത് ഷൂട്ട് ചെയ്യുമ്പോഴും മണി ഇവിടെ ഏതാണ്ട് 4:50 ആയിട്ടേ ഉള്ളൂ. പക്ഷെ ഏകദേശം നാട്ടിലെ 6:30 കഴിഞ്ഞ് 7 മണിയാവുന്ന ഒരു ഫീലിംഗ് ആണ് സംഭവം. അപ്പൊ പറഞ്ഞു വരുന്നത്, അപ്പൊ എന്നെ ഒരു സഹോദരി വിളിച്ചു. അപ്പൊ ആ സഹോദരിയുടെ ആവശ്യം എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരത്തിയുടെ ഭർത്താവിന് ഒരു ജോലിയുടെ ആവശ്യാർത്ഥം വിളിക്കുകയാണ്. ഞങ്ങൾ ഇത് കേൾക്കുന്നെങ്കിൽ ആ സഹോദരി പോലും, ദയവായി സഹോദരി എന്നോട് ദേഷ്യം തോന്നരുത്. ഞാൻ നിങ്ങളുടെ ആരുടെയും പേര് പറയുന്നില്ല, നിങ്ങളാരും അത്യാഗ്രഹികളാണെന്ന് ഒരിക്കലും പറയുന്നില്ല. എല്ലാവരുടെയും ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്, നമുക്കിത് മനസ്സിലാവും. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സഹോദരി എന്നോട് ആവശ്യപ്പെട്ടത്, ഞങ്ങൾക്ക് ഒരു 2 ലക്ഷം രൂപയോളം ഒരു ഏജൻസി കൊടുത്ത് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടിട്ട് ഞാൻ എപ്പോഴും റിക്രൂട്ട്മെന്റ് ഫ്രോഡുകളെ കുറിച്ച് എന്റെ എല്ലാ വീഡിയോകളിലും ഓൾമോസ്റ്റ് പറയാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. കാര്യം മറ്റുള്ളവരെ പോലെ റിക്രൂട്ട്മെന്റ് നടത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ പൈസ കിട്ടും, ഇങ്ങനെ ചെയ്താൽ പൈസ കിട്ടും എന്ന് പറയുമെന്ന് എന്റെ ഉദ്ദേശമല്ല. എനിക്ക് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ജോലി ചെയ്ത് കിട്ടുന്ന പൈസയിൽ ഞാൻ സംതൃപ്തനാണ്, എത്ര രൂപയാലും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉദ്ദേശത്തോടെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ വിളിച്ച് ചോദിച്ചു. ഇന്നും ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇന്ന് ഞായറാഴ്ച രാവിലെയും കൂടി എന്നോട് നാട്ടിൽ നിന്നൊരു പയ്യൻ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ എനിക്കൊരു ഏജൻസി, നാട്ടിൽ നിന്നല്ല, ഒമാനിൽ നിന്ന് വിളിച്ചു ചോദിച്ചു,
ഏജൻസിയെ സജസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഈ പുള്ളിയായിട്ട് ഞാൻ മുന്നേ സംസാരിച്ചില്ല. ഞാൻ പുള്ളിയെടുത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ വിശാലമായിട്ട് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും നമുക്കിപ്പം ഒരേ കാര്യം 10,000 വട്ടം ആവർത്തിച്ച് നിങ്ങളോട് പറയാൻ പറ്റില്ല. അതിനുവേണ്ടിയാണ് നമ്മളൊരു വീഡിയോ ബ്ലോഗ് ചെയ്തിടുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക, പഠിക്കുക. നിങ്ങൾ ഇതിനിപ്പം റിക്രൂട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ജോലി കണ്ടുപിടിക്കുന്നതിനോ ശ്രമിച്ച് നിങ്ങൾ പരാജയപ്പെടുന്ന അല്ലെങ്കിൽ എന്തിലെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു വിഷമം തോന്നുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉണ്ടാവും. നിങ്ങൾ ചോദിക്കുന്ന ഉത്തരം ഞാൻ തരും, എന്നാൽ കഴിയുന്ന കണക്ക്. അതിന് യാതൊരു പ്രശ്നവുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഒരു സഹായം നിങ്ങൾക്ക് ചെയ്ത് അതിനുവേണ്ടി തന്നെയാണല്ലോ നമ്മളിങ്ങനെ ഒരു ബ്ലോഗ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോ പറഞ്ഞു വന്ന പോലെ ഇപ്പൊ സഹോദരി പറയുകയാണ്, 2 ലക്ഷം രൂപ ഞങ്ങൾ ഓൾറെഡി ഒരു ഏജൻസിക്ക് കൊടുത്തു, നഷ്ടപ്പെട്ടു, പക്ഷെ അവർ റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ തട്ടിപ്പായിരുന്നു, പക്ഷെ അവർ റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, നല്ല കാര്യം, റീഫണ്ട് ചെയ്യുന്നെങ്കിൽ നല്ലതാണ്. ചേട്ടന്റെ യൂറോപ്പിൽ ഒരു ജോലി കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ചേട്ടന്റെ യൂറോപ്പിൽ ഒരു ഏജൻസി, ഞാൻ പറഞ്ഞ സഹോദരി എനിക്ക് ഏജൻസി പറഞ്ഞു കൊടുപ്പോ അല്ലെങ്കിൽ ജോലി കണ്ടുപിടുത്തമോ ഒന്നുമില്ല. ഞാൻ അങ്ങനെ ഉള്ള ഒരു പണി ചെയ്യുന്ന ആളല്ല, എനിക്ക് താല്പര്യവുമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ സഹോദരി ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ സഹോദരിയോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഹസ്ബൻഡ് എന്താ ജോലി ചെയ്യുന്നത്? എന്റെ ഹസ്ബൻഡ് ഹെവി ഡ്രൈവറാണ്. അപ്പൊ ഈ സഹോദരി എനിക്കൊരു യൂറോപ്പ CV അയച്ചു തന്നു. എന്റെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വീഡിയോ കണ്ടോ അല്ലെങ്കിൽ ഇനി അവരെവിടുന്നെങ്കിലും ചെയ്തെടുത്താണോ എന്ന് എനിക്കറിയില്ല. ഒരു യൂറോപ്പ CV ആണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് പ്രോപ്പർ ബേസ്ഡ് അല്ല. അതായത് നമ്മുടെ ഡ്രൈവർ CV യൂറോപ്പാസ് ഉണ്ടാക്കുന്ന പോലെ ആയിട്ട് എനിക്ക് അതിനെ തോന്നിയില്ല. അങ്ങനെ ഈ സഹോദരി അയച്ചു തന്ന CV ഞാൻ നോക്കുമ്പോൾ എന്താ, ഡ്രൈവർക്കാണ് പുള്ളിക്ക് ജോലി വേണ്ടത്. ഡ്രൈവറുടെ ഒരു എക്സ്പീരിയൻസോ ഒരു കാര്യങ്ങളോ അതിൽ കാണിച്ചിട്ടില്ല. അതിനങ്ങനെ ഒരു സംഭവമേ സൂചിപ്പിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഒരു ഡ്രൈവർ ജോലിക്ക് നിങ്ങൾ CV ഇങ്ങനെ അയച്ചാൽ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സഹോദരിയോട് ഞാൻ കാതലായ ഒരു ചോദ്യം ചോദിച്ചു. സഹോദരി, നിങ്ങളുടെ ഹസ്ബൻഡ് ഹെവി ഡ്രൈവർ ആണെന്ന് പറഞ്ഞു, എന്തൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ട്? ട്രെയിലറാണോ, ട്രക്കാണോ, എന്തൊക്കെ വണ്ടി? ടിപ്പറാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ടിപ്പറാണല്ലേ, ഓക്കെ. അപ്പൊ പിന്നെ പെണ്ണുങ്ങളെ ഞാൻ കുറ്റം പറയില്ല, അവർക്ക് അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം അവരെന്നോട് പറഞ്ഞ്. ഞാൻ ചോദിച്ചു എത്ര ടൺ ടിപ്പർ സഹോദരി ചോദിച്ചു. അപ്പൊ പറഞ്ഞ് 45 ടൺ ടിപ്പർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ശരി. അപ്പൊ ഈ 45 ടണ്ണ് ടിപ്പറിന് എത്ര വീലുണ്ട് സഹോദരി എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു 8 വീലാണ് പറഞ്ഞു മനസ്സിലായി. അപ്പം ഞാൻ നാട്ടിലും നാഷണൽ പെർമിറ്റും അല്ലാതെ വലിയ വണ്ടികളും ഒക്കെ ഓടിച്ച് കുറെ വർഷങ്ങൾക്ക് ശേഷം ഗൾഫിലേക്ക് പോയി. അവിടെ 10-16 വർഷം നിന്ന് അവിടുന്ന് വന്നാണ് യൂറോപ്പിൽ വന്നിട്ട് ഇപ്പോൾ 5 കൊല്ലം കഴിഞ്ഞു. ഇത് 6ാമത്തെ കൊല്ലം. അതാണ് എന്റെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ്. അത് നമ്മളൊരു കഴിവിനെയോ അല്ലെങ്കിൽ ഇത് കാണിക്കാൻ ഞാൻ പറയുന്നതല്ല, ഇപ്പൊ നിങ്ങളോട് പറയുമ്പോൾ ഷെയർ ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ സഹോദരിയോട് പറഞ്ഞ, സഹോദരി എന്റെ അറിവിൽ നിങ്ങൾ ഈ പറഞ്ഞതൊന്നും ശരിയല്ല. അതായത് 8 ടയറുള്ള ഒരു വണ്ടിക്ക് 45 ടൺ കപ്പാസിറ്റി ഒരിക്കലും, വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ ഓടിക്കുമ്പോഴും 10 ടൺ ടയറുള്ള ഒരു സാധാ വണ്ടിക്കാണ് 16 ടൺ പെർമിറ്റ് ഗവൺമെന്റ് കൊടുക്കുന്നത്. അന്നത്തെ കാര്യം, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ അതേപോലുള്ള കാര്യം. അപ്പം ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഇങ്ങനെയാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ അയച്ചു തരാം. നിങ്ങൾക്ക് ഹസ്ബൻഡിന് താല്പര്യമുണ്ടെങ്കിൽ, ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, പുള്ളിക്ക് എന്റെ വീഡിയോ കണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാനിപ്പോ അയച്ചു തരുന്ന വീഡിയോ, അപ്പൊ ഞാൻ എന്താ അവർക്ക് അയച്ചു കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പേ തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞ് ആ മഞ്ഞ് തുടങ്ങുന്ന രാവിലെ മഞ്ഞത്തുള്ള ഒരു വീഡിയോ, മനസ്സിലായില്ലേ? 6:30 മണിക്ക് മഞ്ഞത്തുള്ള, 5:30 മണിക്ക് മഞ്ഞത്തുള്ള ഒരു വീഡിയോയും, അത് കഴിഞ്ഞ് അതേ ദിവസം ഞാൻ ആ 5:30 മണി മുതൽ 9:30 മണി വരെ എന്റെ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. ആ സമയത്തുള്ള വീഡിയോയും കൂടെ ഞാൻ ഈ സഹോദരിക്കുള്ള ഫോണിലേക്ക് അയച്ചു. അപ്പൊ ഇത് ഹസ്ബൻഡിനെ കാണിക്കുക. ഹസ്ബൻഡിന് എന്നിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, ആത്മവിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയുകയാണ്, അവരെ ആരെ അപമാനിക്കാനോ കളിയാക്കാനോ അല്ല. എന്നെക്കാട്ടി എക്സ്പീരിയൻസ് ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ട്. എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നതാണ്, ആർജിച്ചെടുക്കുന്നതാണ്. ആരും ചെയ്യാതിരുന്നുകൊണ്ട് എടുക്കൂല. ഈ പറഞ്ഞ ഞാൻ അതുകൊണ്ട് കുറ്റം പറഞ്ഞ കളിയാക്കുന്നതായിട്ട് ആർക്കും തോന്നരുത്. ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ അങ്ങനെ ഞാൻ പറയാം, അപ്പോൾ നിങ്ങളെ ഹസ്ബൻഡിനോട് എന്നെ വിളിക്കാൻ പറയുക, ഹസ്ബൻഡിനോട് എന്നെ വിളിക്കാൻ പറയാറുണ്ട്. ഇപ്പൊ ഈ സംഭവം നടന്നിട്ട് ഏകദേശം 3-4 ദിവസമായിരുന്നു. 3-ാമത്തെ ദിവസം ഘട്ടമാണ്, വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു ആ സഹോദരി എന്നെ വിളിച്ചത്. അപ്പം ഇത് പറഞ്ഞു, വെള്ളിയാഴ്ച വ്യാഴാഴ്ച മറ്റോ. അപ്പൊ ഇത് പറഞ്ഞു, ഇതും കഴിഞ്ഞു. ഇതുവരെ അവർ വിളിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിലെനിക്ക് പ്രശ്നം, അതൊക്കെ അവരുടെ ഡിസിഷനാണ്, അവരുടെ ഫാമിലിയാണ്. നമ്മൾ ആളിനെ കൊണ്ടുപോകുന്നില്ല. ഇന്നുവരെ എന്നെ വിളിച്ചിട്ടുള്ളവർക്ക് എന്നാൽ കഴിയാവുന്ന അഡ്വൈസ്, ഉപദേശം, അത് ഉപദേശം എന്നുള്ള നിലയിലല്ല, നിർദ്ദേശങ്ങൾ എങ്ങനെ എന്ത് ചെയ്യാം എന്നുള്ള നിർദ്ദേശങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതേ ഇനിയും ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ നമുക്ക് ആളിനെ കൊണ്ടുപോകാനുള്ള കഴിവില്ല. നമ്മൾ പറയുന്നത് ഫോളോ ചെയ്ത് കാര്യം, നിങ്ങൾ ചെയ്യാനുള്ള കാര്യം, അത് ഇന്റർവ്യൂ ആയാലും എന്തായാലും നിങ്ങൾ ചെയ്യാനുള്ള കാര്യം നിങ്ങൾ ചെയ്ത് ഇവിടെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രാക്ടിക്കലി വണ്ടി ഓടിച്ച് ജോലി എടുത്ത് പൈസ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കള്ള ഇന്റർവ്യൂ അറേഞ്ച് ചെയ്ത് തരാം, അല്ലെങ്കിൽ വേറൊരാളെ നിങ്ങൾക്ക് പകരം ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളെ വെച്ച് ഇന്റർവ്യൂ ചെയ്യിക്കാം. പിന്നെ മോസ്റ്റ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഴയ പോലെയുള്ള കാര്യങ്ങളല്ല. ഇന്ത്യക്കാർ വന്ന് ഒരുപാട് ഇതേപോലെ തരികിട ഫ്രോഡ് പടി കാണിച്ചതുകൊണ്ട്
ഈവൻ ലിത്വാനിയ, ലാറ്റ്വിയ, സ്ലോവാക്യ, സ്ലൊവേനിയ, പല രാജ്യങ്ങളിലും യൂറോപ്പിന്റെ ഈവൻ പോളണ്ട് വരെ ഇപ്പൊ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് വരുന്ന ഒരാളെ ആദ്യം അവർ ചെയ്യുന്നത് വണ്ടി ഫോർവേഡും റിവേഴ്സും അവരുടെ ട്രക്ക് യാർഡിൽ എടുപ്പിക്കും. അതും 45 ഡിഗ്രി 90 ഡിഗ്രി ആംഗിളിൽ എടുപ്പിക്കും. അത് വണ്ടി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ 45 ടൺ ഒരു ട്രെയിലർ ആയിരിക്കും എടുക്കുന്നത്. മനസ്സിലായി? ആ ട്രെയിലർ എടുപ്പിക്കുമ്പോൾ ഞാൻ ആ ട്രെയിലറിന് എത്ര ടയറുണ്ട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, മനഃപൂർവ്വമാണ്. ഇനി ഇത് കേട്ട് വെച്ചിട്ട് ആരെങ്കിലും ഇന്റർവ്യൂ കൊടുത്ത് ഇങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആകുമ്പോൾ പിന്നെ നാളെ അതൊരു പേരുദോഷം വരും. അത് വേണ്ട. അപ്പോൾ ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവർ വേട്ടെ, അന്തമായിട്ട് ജോലി കിട്ടട്ടെ, അതിന് എല്ലാ പ്രാർത്ഥനയും നമുക്കുണ്ട്. അല്ലാത്തവർക്കും വരാൻ കഴിയും. ആ എക്സ്പീരിയൻസ് കുറച്ച് ആർജിച്ച് ഓടിച്ചതിന് ശേഷം വരാവൂ. എന്താണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തേണ്ട ചേതോവികാരം എന്ന് പറയുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മള് വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ചും കുടുംബത്തെ കുറിച്ച് ആണുങ്ങളെക്കാട്ടിയും ഒരു പടി മുന്നിലായിരിക്കും ചിന്ത. ആണുങ്ങൾക്ക് ഇന്ന് പല ആണുങ്ങൾക്കും ഒരു 60-80% ആണുങ്ങൾക്കും ഇന്നത്തെ കാര്യം നടക്കും, ഇതേപോലെ കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ കാര്യങ്ങൾ അങ്ങ് നടന്നു പോകും, അല്ലെങ്കിൽ എനിക്ക് ജോലി ഉണ്ടാവും, ഇല്ലെങ്കിൽ നമുക്ക് ആ ഏജന്റിനെ കൊടുത്തേക്കുന്ന ജോലി കിട്ടും, അല്ലെങ്കിൽ ഗൾഫിൽ പോവാം, അല്ലെങ്കിൽ ഇവിടെയുള്ള വരുമാനത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള മൈൻഡായിരിക്കും. പക്ഷേ ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ 2 കുട്ടികളോ 1 കുട്ടിയോ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്റെ മോനെ എങ്ങനെ പഠിപ്പിക്കില്ല, എന്റെ മോളെ എങ്ങനെ പഠിപ്പിക്കും, അത് കഴിഞ്ഞാൽ അവരെ എങ്ങനെ കല്യാണം കഴിച്ചയക്കും, ചെലവുകൾ, എനിക്ക് വീടില്ല, വീട് വയ്ക്കണം. അവരുടെ ആശങ്ക കൊണ്ടാണ് ഭർത്താക്കന്മാരെ നിങ്ങളോട് അവരിത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിക്കുന്നത്. അപ്പോൾ അവരതുകൊണ്ടാണ് ഇവരുടെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും ഈ രാജ്യത്തേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചത്. പറഞ്ഞു മനസ്സിലായി? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭാര്യയുടെ മനസ്സിന്റെ ഇതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്, അവർ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ വീട്ടുകാരാകുമ്പോൾ ചിലപ്പോൾ അറിഞ്ഞൂടാത്തവരാണ്, അവയർനെസ് ഇല്ല, എന്താണ് സംഭവിക്കുക എന്നുള്ള അവയർനെസ് ഇല്ല. ഇപ്പൊ ഞാൻ ഈ പറയുമ്പോഴും ഞാൻ ഇവിടെ ഇങ്ങനെ ഓടിച്ചിട്ട് നിങ്ങൾ ഈ കാണുന്ന എല്ലാ വൈറ്റ് വെളിച്ചും എന്റെ ബാക്കിൽ കിടന്ന് ഈ മുന്നിലുള്ള മലനിരകൾ മൊത്തവും അടഞ്ഞു കിടക്കുന്ന മഞ്ഞ് അണിഞ്ഞു കിടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ ഈ വണ്ടി ഇങ്ങനെ മനഃപൂർവ്വം ഓടിക്കാം, അത് കാണിക്കാനല്ല, എന്റെ വണ്ടിയുടെ ഒന്ന് പലപ്പോഴും ഓടണം എന്നുള്ളതുകൊണ്ട്. അപ്പോ അങ്ങനെ പെണ്ണുങ്ങൾ വിചാരിക്കും, അപ്പൊ നമ്മളാണെങ്കിലും വിചാരിക്കുമെങ്കിൽ പൊക്കളയാം. പക്ഷെ സുഹൃത്തുക്കളെ, സഹോദരിമാരെ അല്ലെങ്കിൽ സഹോദരങ്ങളെ, വരാനിരിക്കുന്ന ആണുങ്ങളായാലും നിങ്ങൾക്ക് ഒരു സാധാ 10 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ 16 ഒരു ടോറസ് 16 ടൺ പെർമിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ 12 വീൽ ഇപ്പോഴത്തെ വണ്ടി നാഷണൽ പെർമിറ്റെങ്കിലും ഓടിച്ച് അത്യാവശ്യം മീൻസ് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ ഫോർവേഡും റിവേഴ്സും ഓടിക്കുകയും അത്യാവശ്യം ടയറൊന്നും ഇളക്കണമെന്ന് ഞാൻ പറയില്ല, എന്നാലും ടയറിലൊക്കെ എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ വണ്ടി കെട്ടുന്നതും കാര്യങ്ങളും ടാർപ്പെടുന്നതും എല്ലാം പഠിച്ചു. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വരിക. ഇല്ലെന്നാണെങ്കിൽ പല ഏജൻസികളും ഇതേപോലെ ചതിക്കാൻ വേണ്ടി വിളിക്കും. നിങ്ങൾ ഇത് തന്നാൽ മതി, ഇത്ര തന്നാൽ മതി, നിങ്ങൾക്ക് ഞാൻ വിസ എടുത്തു തരാം, നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ കമ്പനി ട്രെയിനിങ് തന്നോളും എന്ന് പറയും. അതാണ് ഇതിനകത്ത് മേജർ പോയിന്റ്. കമ്പനി ഇവിടെ ആർക്കും പറയുന്ന പോലെ പ്രോപ്പറായ ഒരു ട്രെയിനിങ് ഒന്നും കൊടുക്കുന്നില്ല. ഈ യൂറോപ്പിന്റെ ഏത് ഭാഗത്തുള്ള ഒരു കമ്പനിയിൽ നിങ്ങൾ ചെന്നാലും ഇന്ത്യൻ ഇന്റർനാഷണൽ ലൈസൻസ് കൺവേർട്ട് ചെയ്തിട്ട് വരുന്ന ആളായാലും യൂറോപ്യൻ ലൈസൻസ് എടുത്തിട്ട് വരുന്ന ആളായാലും അവരെ സംബന്ധിച്ച് ഇഫ് യു ഹാവ് എ ലൈസൻസ് യു ആർ എ ട്രെയിൻഡ് എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽ ഡ്രൈവർ. ലൈസൻസ് ഉള്ളവൻ ഡ്രൈവറാണ് എന്നുള്ളതാണ് അവരുടെ ചിന്ത. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് യൂറോപ്പിന്റെ ഏത് വലിയ രാജ്യമോ ചെറിയ രാജ്യമോ എവിടെയോ ആവട്ടെ, അവിടെ എല്ലാം നിയമങ്ങൾ അറബ് രാജ്യം പോലെ തന്നെയാണ്. ശക്തവും വിശ്വാസയോഗ്യവുമായ നിയമങ്ങളുണ്ട്. ലൈസൻസ് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ പഠിച്ച് ടെസ്റ്റ് കൊടുത്ത് മാത്രം കിട്ടുന്ന ലൈസൻസുകളാണ്. അപ്പൊ അവർക്ക് ഈ കള്ളത്തരം എന്താണെന്ന് അറിയില്ല. മനസ്സിലായി? നമ്മളെ പോലെ ജീവിക്കാൻ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞു വരും. നമ്മളിവിടെ വന്നിട്ട് ഈ വണ്ടി എടുത്ത് ഓടിക്കും. ചിലപ്പോൾ നിങ്ങൾ അപ്പോഴ് ചില കമ്പനി അബദ്ധവശാൽ റിവേഴ്സ് എടുക്കാൻ തരാതെ അങ്ങ് വണ്ടി തരും. അടുത്ത് ഓടിക്കുമ്പോൾ സുഹൃത്തുക്കളെ, ഈ ചെറിയ വണ്ടി പോലെ അല്ല ട്രെയിലറൊക്കെ എൽ ഷേപ്പിൽ 45 ഡിഗ്രിയിലും 90 ഡിഗ്രിയിലും ഒക്കെ ഓടിയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു സൈഡ് കാണാൻ പറ്റും. മനസ്സിലായി? നിങ്ങൾ ഏത് സൈഡിലോട്ട് ഓടിക്കുന്ന അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾക്ക് വിസിബിലിറ്റി ഇല്ലാതെ വരും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ നിങ്ങളും ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ കിടക്കുന്ന ലൈനിൽ കിടക്കുന്ന വണ്ടികളിൽ തട്ടാൻ സാധ്യതയുണ്ട്. അതിലുപരി ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തതിന്റെ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ റിവേഴ്സ് തട്ടുന്നത് രണ്ടാമത്തെ കാര്യമാണ്. മനസ്സിലായോ? വണ്ടി ഓടിച്ച് നിങ്ങൾ പോകുമ്പോൾ GPS എന്ന് പറയുന്ന സംഗതി പലപ്പോഴും കറക്റ്റ് അല്ല. അതിന് ഗൂഗിളായാലും വലിയ കമ്പനിയുടെ പെയ്ഡ് GPS ആയാലും പലപ്പോഴും കറക്റ്റ് അല്ല. ഈ സാധനം വഴി നിങ്ങൾ പലയിടത്തും ചതിക്കപ്പെടാനുള്ള വഴിയുണ്ട്. കാര്യം തെറ്റായി കൊണ്ട് കയറ്റും സിറ്റിക്കകത്ത് സെൻട്രലിൽ. അപ്പൊ നിങ്ങൾ കുറച്ചൊന്ന് വരണം, ഫൈൻ കിട്ടുമോ, പോലീസ് പിടിക്കുമോ, അങ്ങനെ എങ്ങനെ ചോടുന്നത്. ചിലപ്പോൾ അറിയാത്ത ചെറിയ റോഡുകൾ, പ്രത്യേകിച്ച് ഈ രാജ്യങ്ങളിലൊക്കെ ജർമ്മനി ആയാലും ഒരുമാതിരി യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ളത്രയും പോലും വഴികളില്ല. ഒരു കറക്റ്റ് ഓൺലൈൻ അങ്ങോട്ടും ഓൺലൈൻ ഇങ്ങോട്ടുള്ള 90% വഴികളുണ്ട്. ആ വഴികളിൽ നിങ്ങൾക്ക്
കറക്റ്റായിട്ട് കോൺഫിഡന്റ് ആയിട്ട് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയും ആ വഴികളിലൊക്കെ വേറെ പ്രത്യേകതകളുണ്ട്, മരച്ചില്ലകളുണ്ട്, ബോർഡുകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇതിൽ കൊണ്ടുപോകാൻ പറ്റിയും ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് തെറ്റിയാൽ അവിടെ എങ്ങനെ റിവേഴ്സ് എടുക്കണം, അല്ലെങ്കിൽ എതിരെ കൂടെ തിരിഞ്ഞ് നിങ്ങൾക്ക് വിശ്വസിച്ച് അറിഞ്ഞൂടാത്ത ഒരു വഴിയെ നിങ്ങൾ ലെഫ്റ്റ് എടുത്ത് അങ്ങ് പോയി വരാൻ പറ്റത്തില്ല. ചില GPS അതിന്റെ പ്രൊഫൈൽ മാറി കിടക്കുകയാണെങ്കിൽ കാറ് പോണ വഴിയായിരിക്കും കാണിക്കുക. നിങ്ങൾ അറിയാതെ ലെഫ്റ്റ് എടുക്കും, കാറ് പോണ വഴി കയറും, വണ്ടി തിരിക്കാൻ പറ്റില്ല, പിന്നെ പോലീസിനെ വിളിക്കേണ്ടി വരും, പോലീസിനെ വിളിച്ചാൽ നിങ്ങൾക്ക് ഭാഷ പറയാൻ അറിയില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ മനസ്സിൽ വെച്ച് ഈ വീഡിയോ ഇന്ന് ചെയ്തതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇതിനേക്കാൾ എല്ലാം ഉപരിയായിട്ടുള്ള കാര്യം എന്താണ്, നിങ്ങൾ വണ്ടി ഓടിക്കാൻ പഠിച്ചിരിക്കുക. അതിൽ തന്നെ ഇവിടുത്തെ മഞ്ഞെന്ന് പറയുന്ന കാലാവസ്ഥ കാണാനും കേൾക്കാനും വാരിക്കളിക്കാനും രസമുള്ള ഈ മഞ്ഞ് മനുഷ്യന്റെ ജീവൻ ഹനിക്കാൻ ഏറ്റവും സാധ്യതയുള്ളൊരു സാധനമാണ്. അതിന് നിങ്ങൾ ഒരിക്കലും അവസരം കൊടുക്കരുത്. അതായത് ഞാൻ ആ വീഡിയോ ഇതിന്റെ മുന്നേയും താഴെയും ഡൗൺലോഡ് ചെയ്യാം, അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ മഞ്ഞത്ത് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് കാണുന്നതൊക്കെ പറയുന്നതൊക്കെ ഒരു രസമല്ല. ഈ വണ്ടിയിൽ നിങ്ങൾ ബ്രേക്ക് കാണിച്ചാൽ, ഞാനിപ്പോൾ പോകുന്ന റോഡിന്റെ രണ്ട് സൈഡിലും മഞ്ഞുണ്ട്, എന്റെ കാറ് തന്നെ ആയാലും ഒരു സ്പീഡ് കഴിഞ്ഞ് ഇങ്ങനെ വന്ന് വണ്ടിയുടെ ടയർ ഈ മഞ്ഞിലേക്ക് പ്രോപ്പറായിട്ടൊന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി വലിച്ചെടുക്കും സൈഡിലേക്ക്. പ്രത്യേകിച്ച് സ്പീഡിലാണെങ്കിൽ പറയുകയും വേണ്ട. അതേപോലെ തന്നെയാണ് ട്രക്കും. ട്രക്ക് ഇപ്പൊ 10, 18 വീലും 16 വീലും ഒക്കെ ഉള്ള വണ്ടികളാണ് നമ്മൾ ഓടിച്ചു പോണേ. ഈ സാധനത്തിന്റെ ഈ ബാക്കിലെ ഒരു വീല് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ അശ്രദ്ധമായി മഞ്ഞിലോ നനഞ്ഞ പോച്ചയിലോ അല്ലെങ്കിൽ പുല്ലിലോ കയറി കഴിഞ്ഞറിയാൻ വലിച്ചെടുക്കും വണ്ടി. കാന്തം പിടിക്കുന്ന ബ്ലേഡ് പോലെ വണ്ടി വലിച്ച് റോഡിന്റെ സൈഡിലോട്ട് അല്ലെങ്കിൽ കച്ചയിലോട്ട് എങ്ങനെയാണോ ആ കണ്ടീഷൻ അങ്ങോട്ട് വലിച്ചെടുക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടി, വിവേറായിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ആരെയും പേടിപ്പിക്കാനോ ആരും വരരുത് എന്നുള്ള ഉദ്ദേശത്തോടെയോ ഒന്നും ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. പിന്നെ നമുക്കിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഔട്ട്ഡോറിൽ നിന്ന് വീഡിയോ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഭയങ്കരമായ തണുപ്പാണ്. അപ്പം ഞാൻ അങ്ങനെ ഇറങ്ങാറില്ല. ഞാൻ വൈകുന്നേരം 4 മണി വരെ റൂമിലിരുന്നത്. ഇപ്പം എല്ലാ ഇന്നത്തെ പരിപാടി നാളെ പോകാനുള്ള തയ്യാറെടുപ്പ് കഴിഞ്ഞ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാറെടുത്ത് ഓടിക്കാമല്ലോ. അപ്പൊ കാറിന്റെ മൊബൈൽ ഹോൾഡറിൽ മൊബൈൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചത്. അതാണ് ഈ വീഡിയോയ്ക്ക് ചില വൈബ്രേഷനും വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയും ഒക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങളത് വീണ്ടും അപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഈ കഥ പറഞ്ഞത് വേറെ ആരെയും അപമാനിക്കാനല്ല. ഇത് ആ സഹോദരിയും കേൾക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾക്കാർക്കും അറിഞ്ഞൂടാത്ത ഒരു ഭാഗം ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു. ഏജൻസികളോ ഏജന്റന്മാരോ ഇനി ആരെങ്കിലും നമ്മൾ അറിയാവുന്നവരെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ പോയാൽ 1 ലക്ഷം എടുക്കാം, 1.5 ലക്ഷം എടുക്കാം, ചെന്ന 6-ാം മാസം കഴിഞ്ഞാൽ PR കൊടുക്കാം, 2 കൊല്ലം കഴിഞ്ഞാൽ PR കിട്ടും, 3 കൊല്ലം കഴിഞ്ഞാൽ കിട്ടും, ഉറപ്പാണെന്നൊക്കെ പറയും. വലിയ വലിയ ആശയവും ആഗ്രഹങ്ങളും തരും. ഇതിനൊന്നും വീഴാതിരിക്കുക. ഇതിനൊക്കെ വീഴുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് മാനസികമായി തയ്യാറെടുക്കുക. അതിലുപരി നമുക്ക് എലിജിബിലിറ്റി, വണ്ടി ഓടിക്കാനുള്ള ധൈര്യവും ഇതേപോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരാൻ ശ്രമിക്കുക. വന്നാലും നിങ്ങൾക്ക് ജോലി കിട്ടും. ഈ പറയുന്ന എല്ലാ ആനുകൂല്യങ്ങളോടുകൂടി നല്ല രീതിയിൽ ജോലി ചെയ്ത് കുടുംബം പോറ്റാം. അങ്ങനെ ആളുകൾ വരണമെന്നാണ് എന്റെ സന്തോഷവും പ്രാർത്ഥനയും. ഞാൻ കമ്പനി ആളിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ബാക്ക് ക്യാമറ ഇട്ട് ഞാനല്ലോ ഇതെടുത്ത് കാണിക്കാം. ഇന്നിപ്പോ മഞ്ഞ് പെയ്തിട്ടില്ല, എന്നിട്ട് പോലുമുള്ള അവസ്ഥ, ആ പെയ്ത മഞ്ഞ് ഉരുകിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നമ്മുടെ ഒരു വീഡിയോയിലേക്ക്, പുതിയ വീഡിയോയിലേക്ക് കാണും വരെ നന്ദി, നമസ്കാരം. No, we'll have snow for the northern right. Nish means southern right. Ishmin in southern right, southern part. Winter plus mist. But northern right, same Canada. Snow. You have a border with Pakistan, China, and India. All the snow.